ജീവിതം ഒരു യുദ്ധക്കളമാണ് എന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോകും. യുദ്ധത്തിൽ എങ്ങനെയെങ്കിലും വിജയിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചവിട്ടി നിൽക്കുന്നത് ചതുപ്പിലാണോ എന്നൊരു സംശയം ഉണ്ടാകും. ചവിട്ട് തോറും താന്നു പോവുകയാണ്. എങ്കിൽ നമുക്കും ഒരു വാശി വേണമല്ലോ, കുതിച്ച് മുന്നേറുക തന്നെ ചെയ്യണമെന്ന്. ചോദിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആഗ്രഹിച്ചിരുന്നത് ഗൾഫിൽ പോകണം, ആഗ്രഹിച്ച് നാട്ടിലെ ജോലി ഒന്ന് ശരിയാകണം, ആഗ്രഹിച്ച് കടം വീടണം. ഇതിന്റെ എല്ലാം കൂടെ യുദ്ധത്തിന് കാണാത്ത ഒരു ശത്രുവായിട്ട് കോവിഡ് കൂടെ വന്നപ്പോൾ ആകെ പ്രതിസന്ധിയിലായി. എന്നാലും തോറ്റുകൊടുക്കാൻ പറ്റില്ലല്ലോ, യുദ്ധം പ്രഖ്യാപിക്കുക തന്നെ. കഥയിലേക്ക് പോകാല്ലേ. ഇന്ന് ഡോക്ടർ ഭാരത് ജെ മെഹ്റ അദ്ദേഹത്തിന്റെ ഒരു കഥയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരു രാജാവിന് അനേകം ആനകൾ ഉണ്ടായിരുന്നു. എന്നാൽ രാജാവ് യുദ്ധത്തിനായിട്ട് പോകുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും അനുസരണമുള്ള, ഏറ്റവും സ്കില്ലുള്ള ഒരു ആനയുടെ പുറത്തിരുന്നായിരുന്നു. യുദ്ധത്തിന് ആനയോടൊപ്പം പോയി കഴിഞ്ഞ യുദ്ധങ്ങളിലൊന്നും തന്നെ പരാജയപ്പെട്ട രാജാവ് കടന്നു വന്നിട്ടില്ല. അങ്ങനെ അനേക യുദ്ധങ്ങൾ കഴിഞ്ഞു. വിജയശ്രീ ലാളിതനായി രാജാവിന്റെ കീർത്തി നാട്ടിലെല്ലാം പരന്നു. രാജാവിന്റെ മനസ്സിൽ ഈ ആനയാണ് തന്റെ ഐശ്വര്യം. കാലങ്ങൾ കഴിഞ്ഞു, ആനയ്ക്ക് പ്രായം ചെന്നു. യുദ്ധമുഖത്തൊന്നും കൊണ്ടുപോകാൻ മാത്രം ആരോഗ്യം ഇപ്പോൾ ആനയ്ക്കില്ല. എന്നാലും രാജാവ് ഈ ആനയെ മാറ്റി നിർത്തില്ല. തന്റെ പടയോടൊപ്പം തന്നെ ചേർത്ത് നിർത്തി ആനയെ സന്തോഷിപ്പിക്കുകയും കൂടെ കൂടെ ആനയെ ചെന്ന് കാണുകയും ചെയ്തു. ഒരിക്കൽ ആന വെള്ളം കുടിക്കുവാനായിട്ട് അടുത്തുള്ള ഒരു പുഴവക്കിലേക്ക് പോയി. പുഴവക്കിലേക്ക് പോയ ആന അറിയാതെ ചതുപ്പിലേക്ക് ചവിട്ടി. താണുപോകുന്നത് മനസ്സിലാക്കി വീണ്ടും മറ്റേ കാല് വെച്ച് ചവിട്ടി കൂടുതൽ 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 ചതുപ്പിലേക്ക് താഴുകയാണ് ചെയ്തത്. ആന ഭയങ്കരമായിട്ടും അലറി. ആനയുടെ അലറിച്ച കേട്ട് ആളുകളെല്ലാം ഓടിക്കൂടി. രാജാവിന്റെ കാതിലും ആനയുടെ ഈ ചതുപ്പിലേക്കുള്ള താഴ്ചയുടെ വാർത്ത എത്തി. രാജാവ് അതീവ ദുഃഖിതനായി ഓടി വന്നു. പെട്ടെന്നുണ്ടായ ഒരു സംഭവമായതിനാൽ എല്ലാവരും ശ്രമിച്ചിട്ടും ആനയെ കയറ്റാൻ പറ്റുന്നില്ല. കാരണം ആന അത്ര ചെറിയ മൃഗമൊന്നും അല്ലല്ലോ. ആനയെ കയറ്റാൻ പറ്റുന്നില്ല. രാജാവ് വല്ലാതെ ദുഃഖിച്ചു. രാജാവ് കോപം കൊണ്ട് ജ്വലിക്കുകയാണ്. ഇത് കണ്ട് അന്തം വിട്ടു നിന്ന ആൾക്കാരെ കണ്ട് ആ വഴി പഴയ ഒരു മന്ത്രി കടന്നു വന്നു. അതീവ ബുദ്ധിശാലിയായ മന്ത്രി രാജാവിന്റെ ചെവിയിൽ പറഞ്ഞു, അല്ലയോ പ്രഭു, അടിയനൊരു കാര്യം ഉണർത്തിക്കട്ടെ, അവിടത്തേക്ക് ഹിതമെങ്കിൽ ചെയ്യണം. രാജാവിനോട് മന്ത്രി പറഞ്ഞതനുസരിച്ച് രാജാവ് പെട്ടെന്ന് തന്നെ ആഹ്വാനം കൊടുക്കുകയാണ്. ആരെവിടെ, കാഹളം മുഴങ്ങട്ടെ, യുദ്ധത്തിനായിട്ടുള്ള പെരുമ്പറ മുട്ടട്ടെ എന്ന്. ആളുകളെല്ലാം അന്തം വിട്ടു. എന്തിനാണ് ഇപ്പോഴൊരു യുദ്ധം? എന്നാൽ വീണ്ടും രാജാവ് ആഹ്വാനം ചെയ്യുന്നതിന് മുൻപ് തന്നെ പട നിരക്കുകയാണ്. പുഴയ്ക്ക് ചുറ്റും യുദ്ധകാഹളങ്ങൾ മുഴങ്ങി. പെരുമ്പറ മുഴങ്ങുന്ന ശബ്ദം കേട്ടപ്പോൾ ആന ആ ചെളിക്കുണ്ടിൽ നിന്ന് കണ്ണുകൾ വിടർത്തി. ആന പെട്ടെന്ന് തന്നെ യുദ്ധത്തിനുള്ള കാഹളത്തെക്കുറിച്ച് മാത്രം ശ്രദ്ധിച്ചു. തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ആന ആ ചതുപ്പിൽ നിന്ന് തന്നെ ഉയർത്തി പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ആന നടന്ന് രാജാവിന്റെ അടുക്കിലേക്ക് വരുന്നു എന്നതാണ് ഈ കഥയുടെ അവസാനം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും അനേക യുദ്ധങ്ങളിൽ കൂടി ഓരോ ദിവസവും കടന്നു പോവുകയാണ്. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് നമ്മളെ എടുത്തുയർത്തുവാൻ വേണ്ടി നമ്മൾ അലിവുള്ള കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഉള്ളിൽ ഒരു പെരുമ്പറ മുഴങ്ങണം, ഉള്ളിൽ ഒരു കാഹളം പ്രഖ്യാപിക്കണം. നമുക്ക് ജീവിതത്തോട് പൊരുതിയേ മതിയാവും. പൊരുതി ജീവിതത്തെ വിജയിച്ച് ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ, ഞങ്ങളുടെ ഉള്ളിൽ ഉള്ള ശക്തിയെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി.